ശരിക്കുള്ള മെർമെയ്ഡ് ആണോ? ആ, ഞാൻ ശരിക്കുള്ള മെർമെയ്ഡ് ആണ്. അതുകൊണ്ടല്ലേ അവരെന്നെ പിടിക്കാൻ ഓടിച്ചിടുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ. പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരാൾ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. താങ്ക് യു ശിവ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരു മെർമെയ്ഡ് ആണോ? ഞാൻ ശരിക്കുള്ളതാ. ശരിക്കുള്ളതാണോ? അതെ, നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. ഞാൻ വെള്ളത്തിൽ നിന്ന് നേരെ നിങ്ങളുടെ അടുത്തേക്കല്ലേ കേറി വന്നത്. എനിക്കിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഗുണ്ടകൾ എന്റെ പുറകെ വന്ന് എന്റെ വീട് കണ്ടുപിടിച്ചേനെ. അതുകൊണ്ടാ അവിടെ ഉള്ളവർക്ക് അത് അപകടമായേനെ. ശിവ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കാലോ. നിനക്കും നിന്റെ ഫാമിലിക്കും അപകടം ഒരിക്കലും വരില്ല. എന്റെ കൂടെ വീട്ടിലേക്ക് വാ. മുത്തശ്ശി, മുത്തശ്ശി, ഇത് കണ്ടോ, എന്റെ പുതിയ കൂട്ടുകാരിയാ. ഇതെന്താ ഒരു കൂട്ടുകാരിയാ? ഇതെന്താ ഇവളുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ വ്യത്യാസമായിരിക്കുന്നേ? ഇങ്ങനെ പേടിക്കല്ലേ മുത്തശ്ശി, ഇത് ഒരു മെർമെയ്ഡ് ആണ്. മർമെയ്ഡോ? ആ, ചില ഈ കഥകളിലൊക്കെ വരുന്നത് പോലത്തെ ആ കടലിലല്ലേ ഇവരൊക്കെ ജീവിക്കൂ? അതെ മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ഇത് ശരിക്കുള്ള മെർമെയ്ഡ് തന്നെയാ. ഇത് ഭയങ്കര അതിശയം തന്നെയാണല്ലോ. നമ്മുടെ വീട്ടിൽ സുന്ദരിയായ ഒരു വിരുന്നുകാരി വന്നിരിക്കുന്നത്. അപ്പൊ ഞാനൊരു പാട്ട് പാടി അവളെ സ്വാഗതം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്ലീസ്, ഇപ്പൊ പടലെ പ്ലീസ്. ഇവള് വല്ലാത്ത ഒരു അപകടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. മുത്തശ്ശൻ ദയവേത് ഇപ്പോഴൊന്നും പാടാൻ നിൽക്കല്ലേ. ഞാൻ ഇവളെ എന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. ശിവ, വേഗം അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. നാളെ രാവിലെ ചായ കുടിച്ച ശേഷം ഞാൻ നല്ലൊരു പാട്ട് പാടിക്കോളാം. ശിവ, ഈ കുട്ടി എന്തായിരിക്കും കഴിക്കുക? ഈ പ്രാണികളും മറ്റുമൊക്കെ കഴിക്കോ? അല്ലെങ്കിൽ മീൻ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മള് ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം വല്ലതും കഴിക്കോ? എനിക്ക് എന്താ കൊടുക്കണ്ടേന്ന് അറിയില്ല മോനെ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. മുത്തശ്ശി, എനിക്ക് മെർമെയ്ഡിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് പറയാം. അതിനു മുൻപ് എനിക്ക് ഇവളിൽ നിന്നും ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അറിയാനുണ്ട്.